ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു ബ്രൗണി കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ള ആദ്യം അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്ലീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഫോർക്ക് വെച്ചൊക്കെ അടിക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും നമ്മൾ അടിച്ച് വരുമ്പോഴത്തേക്കും. അതുകൊണ്ട് പെട്ടെന്നാവേണ്ടത് കൊണ്ടാണ് ഞാനൊരു ബ്ലീറ്റർ എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്ലീറ്ററിൽ നമുക്ക് അതിൻ്റെ സ്പീഡ് ഏറ്റവും സ്പീഡിൽ ഫസ്റ്റ് ഇടാൻ പാടില്ല. ആദ്യം ഫസ്റ്റ് സ്പീഡിലിടുക, പിന്നെ കുറച്ച് അത് പതഞ്ഞ് വരുമ്പോൾ സെക്കൻഡ് സ്പീഡിലിടുക. അങ്ങനെ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നല്ല വൈറ്റ് കളറായിട്ട് വരും നമുക്കത്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. ആ പഞ്ചസാര നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അതുമായിട്ട് മെൽട്ടായി കിട്ടും പൊടിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പൊടിച്ചെടുത്തത്. അപ്പോൾ അത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ബ്ലീറ്റ് എടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ബ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ച മഞ്ഞ ഉണ്ടല്ലോ മുട്ടയുടെ, അപ്പോൾ ആ മഞ്ഞ ഒരു ഫോർക്ക് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് ബ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ബ്ലീറ്ററൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇനി ഈ മഞ്ഞ നമുക്ക് ആ വെള്ളയിലോട്ട് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മേലെയായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഒരു 3/4 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടേബിൾ സ്പൂണായിട്ട് ബേക്കിംഗ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നേ ഇല്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഒരുപാട് തവണ ഇത് ബ്ലീറ്റർ വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ഒരു വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതും കുറച്ചായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് മെല്ലനൊന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് അടിച്ച് ലൂസാക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം മാത്രം ബ്ലീറ്റ് ചെയ്താൽ മതി. ഇനി ഒരു ബേക്കിംഗ് ട്രേ എടുക്കുന്നുണ്ട്. അതിലോട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ബാറ്റർ എല്ലാം കൂടിയിട്ട് നമ്മൾ കേക്ക് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ പകുതി ഒഴിച്ചു. അതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് പീസുകൾ ഇട്ട് കൊടുത്തു. നമ്മൾ ചോക്ലേറ്റ് ബാർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഡയറി മിൽക്കോ ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. ഇനി അതിൻ്റെ മേലെയും കൂടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. ഞാൻ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കുക്കറിൻ്റെ വാഷർ ഉപയോഗിക്കാൻ പാടില്ല. അത് മാറ്റി വെച്ചിട്ട് വേണം കുക്കറിൽ നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ വിസിൽ വരുന്നതും എടുത്ത് മാറ്റണം. വിസിൽ വെക്കാനും പാടില്ല. അവിടെ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മൂടിയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആയിട്ടുണ്ടായിരുന്നു. നമുക്കത് ഞാൻ എടുത്ത് പുറത്ത് വെച്ചു. അപ്പോൾ ആ കേക്ക് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ അടിഭാഗമാണ് നിങ്ങൾ കാണുന്നത്. അത് ചോക്ലേറ്റ് എല്ലാം വന്നിട്ട് അടിയിലിങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അത്രയും സോഫ്റ്റായിരുന്നു കേക്ക്. നല്ല പൊടിഞ്ഞ് നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല പൊടിഞ്ഞ് സോഫ്റ്റ് ആകുന്ന പോലുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ശരിയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല സോഫ്റ്റാണെന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. നല്ല അടിപൊളി കേക്കാണ്, നല്ല ബ്രൗണി കേക്ക്. Okay, thank you. Bye.